ബംഗാളിലെ മണ്ണിൽ വിരിഞ്ഞ താമര കണ്ടു വിറച്ച് പ്രതിപക്ഷ നിര. 15 വർഷത്തെ തൃണമൂൽ ഏകാധിപത്യത്തിന് അന്ത്യം കുറിച്ച് BJP ചരിത്ര വിജയം നേടിയതോടെ പിടിച്ചു നിൽക്കാൻ പുതിയ അടവുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മമതാ ബാനർജി. പരാജയം അംഗീകരിക്കാൻ തയ്യാറാകാത്ത മമത ദേശീയ തലത്തിൽ BJPക്കെതിരെ സഖ്യമുണ്ടാക്കാൻ നെട്ടോട്ടമോടുകയാണ്. സ്വന്തം കോട്ടയായ ഭവാനിപ്പൂരിൽ പോലും 15,000 വോട്ടുകൾക്ക് തകർന്നുപോയ മമത ഇപ്പോൾ ദേശീയ നേതാക്കളെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. സോണിയ, രാഹുൽ, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരെ വിളിച്ച് ഒരു രക്ഷാസഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മമതാ ബാനർജി. ജനങ്ങൾ തിരസ്കരിച്ച പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് BJPയുടെ വികസന കുതിപ്പിനെ തടയാമെന്നാണ് മമതയുടെ മോഹം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും പ്രതിക്കൂട്ടിലാക്കി കോടതി കയറാനാണ് മമതയുടെ അടുത്ത നീക്കം. പരാജയം സമ്മതിക്കാനുള്ള അന്തസ്സ് കാണിക്കാതെ കപിൽ സിബലിനെ പോലുള്ള അഭിഭാഷകരെ ഉപയോഗിച്ച് നിയമതടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് തൃണമൂൽ ശ്രമിക്കുന്നത്. എന്നാൽ 207 സീറ്റുകളുടെ വ്യക്തമായ ഭൂരിപക്ഷം നൽകിയ ജനവിധിയെ തകർക്കാൻ ഇത്തരം പിൻവാതിൽ നീക്കങ്ങൾക്കൊന്നും കഴിയില്ലെന്ന് BJP നേതൃത്വം വ്യക്തമാക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ഒത്തുചേരൽ കേവലം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള നാടകം മാത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ജനം, ഡൽഹി.